ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ചുരിദാറിൻ്റെ ടോപ്പ് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് എങ്ങനെ സ്റ്റിച്ച് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മൾ ടോപ്പിൻ്റെ മെറ്റീരിയലായിട്ട് എടുത്തിരിക്കുന്നത്. നമ്മൾ ചുരിദാർ മെറ്റീരിയൽ വാങ്ങുമ്പോൾ കിട്ടില്ല, അതാണ്. സൂപ്പറായിട്ടൊരു നെക്ക് ഡിസൈനൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ 2 മീറ്റർ ലൈനിങ്ങും എടുത്തിട്ടുണ്ട്. സ്ലീവിൽ ലൈനിങ് വേണമെങ്കിൽ 2.5 മീറ്റർ വേണം. ഓക്കെ, അപ്പോൾ നമുക്കിത് 4ആയിട്ടൊന്ന് ഫോൾഡ് ആക്കിയിടാം. ഫസ്റ്റ് വിഡ്ത്തിൻ്റെ പോർഷൻ മടക്കുക, അതിനുശേഷം ലെങ്ത്തിൻ്റെ പോർഷൻ മടക്കി കൊടുക്കുക. ഓക്കെ, ഇനി നമുക്കിത് ഡ്രാഫ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഈ ചുളിവൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് ആൻ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് 1/2 ഇഞ്ച് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. മുകളിൽ നിന്ന് ഈ ക്ലോസ് ആയ പോർഷനിൽ അവിടെ 1/2 ഇഞ്ച് ഫസ്റ്റ് നമുക്ക് അലവൻസിനായിട്ട്, ഷോൾഡറിൻ്റെ അലവൻസിനായിട്ട് 1/2 ഇഞ്ച് മാർക്ക് ചെയ്യുക. ആ മാർക്ക് ചെയ്ത പോയിന്റിൽ വെച്ച് നമുക്ക് താഴേക്ക് ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 40 ഇഞ്ചസ് ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട്. ടോട്ടൽ ലെങ്ത് 44 ഇഞ്ചസാണ് നമ്മൾ എടുക്കുന്നത്. ലൈനിങ്ങിന് വരുമ്പോൾ നമുക്കൊരു 4 ഇഞ്ചസ് കുറച്ച് കൊടുക്കാം. അപ്പോൾ ലൈനിങ്ങിന് 40 ഇഞ്ചസ് മാർക്ക് ചെയ്തു. ഇനി നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഷോൾഡർ നമുക്ക് 7.5 മാർക്ക് ചെയ്യാം. അതിനുശേഷം താഴേക്ക് ആം ഹോൾ മാർക്ക് ചെയ്യാം. ഇനി നമുക്കിതൊന്നൊരു ബോക്സ് ആക്കി കൊടുക്കാം. ഇനി നമുക്ക് ചെസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കാം. ചെസ്റ്റ് അറൗണ്ട് 34 ആണ്. അപ്പോൾ 34 + 4 / 4, അപ്പോൾ നമുക്ക് 10 ഇഞ്ചസ് കിട്ടും. അത് നമുക്ക് ഈ ഒരു പോയിന്റിൽ വെച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ 1.5 ഇഞ്ചസ് അലവൻസും കൂടെ കൂട്ടി നമുക്ക് 11.5 ഇഞ്ചസ് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് വേസ്റ്റ് ലെങ്ത് 15 ഇഞ്ചസ് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി വേസ്റ്റ് റൗണ്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം. വേസ്റ്റ് റൗണ്ട് 34 ആണ്. 34 + 4 / 4 ചെയ്യുമ്പോൾ നമുക്ക് 9.5 കിട്ടും. അതിൻ്റെ കൂടെ 1 ഇഞ്ചസ് നമുക്ക് അലവൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഹിപ്പ് ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 21 ഇഞ്ചസ് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്ലിറ്റ് വരുന്ന ആ ഒരു പോയിൻ്റാണ് 21 ഇഞ്ചസ്. അപ്പോൾ നിങ്ങളുടെ അളവിൻ്റെ ടോപ്പിൽ നോക്കുക എത്രയാണ് വേണ്ടത്, അതനുസരിച്ച് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി ഹിപ്പ് റൗണ്ട് 11 ഇഞ്ചസ് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതും നമുക്ക് എത്രയാണ് അളവെടുത്തിട്ട് +4 / 4 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും. അത് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ പോയിൻറ്റ്സ് എല്ലാം ഇതുപോലെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഇനി ഈ ഒരു ഹിപ്പ് ലൈനിൽ നിന്ന് താഴെ ബോട്ടം പോർഷനിലേക്ക് നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. സ്ലിറ്റിൻ്റെ പോർഷൻ കറക്റ്റായിട്ട് ഇതുപോലെ തന്നെ വരയ്ക്കുക. ചരിച്ച് വരച്ച് കഴിഞ്ഞാൽ നമുക്കത് മടക്കി അടിക്കാനൊക്കെ ബിഗിനേഴ്സിന് പാടായിരിക്കും. അതുകൊണ്ട് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ ചെയ്യുക കേട്ടോ. ഇനി ആം ഹോൾ ഫിനിഷ് ചെയ്തെടുക്കാം. ഈ ഒരു കോർണറിൽ നിന്ന് 1 ഇഞ്ചസ് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് നമുക്ക് കർവ് വരച്ചു കൊടുക്കാം. ഇതാണ് ബാക്ക് ആം ഹോൾ. ഇനി നമുക്ക് ഫ്രണ്ട് ആം ഹോൾ മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഷോൾഡർ സ്ലോപ്പ് ഫസ്റ്റ് നമുക്കൊരു 1/2 ഇഞ്ചസ് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് അതിൻ്റെ ഹാഫ് എത്രയാണെന്ന് നോക്കാം. ബാക്കി കിട്ടുന്നതിൻ്റെ ഹാഫ്, അപ്പോൾ നമുക്കതൊരു 7 ഇഞ്ചസ് ഉണ്ടാവും. ആ 7 ഇഞ്ചസിൻ്റെ ഹാഫ് എടുക്കാം. അത് നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. 3.5 മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം 1/4 ഇഞ്ച് ഉള്ളിലേക്കാക്കി ഇതുപോലെ ഒന്ന് കർവ് ലൈൻ വരച്ചു കൊടുക്കാം. നെക്ക് വിട്ട് 2 ഇഞ്ചസ് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് മാർക്ക് ചെയ്തിട്ടാണ് ഷോൾഡർ സ്ലോപ്പ് 1/2 ഇഞ്ചസ് മാർക്ക് ചെയ്തത്. ഇനി നമ്മൾ മാർക്ക് ചെയ്ത് വെച്ച അലവൻസ് എല്ലാം നമുക്കിതുപോലെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. താഴെ ബോട്ടം പോർഷനിലും അതുപോലെ സൈഡ് പോർഷനിലും 1 ഇഞ്ചസ് വെച്ചിട്ട് നമുക്ക് അലവൻസ് മാർക്ക് ചെയ്ത് കൊടുക്കാം. ആം ഹോളിൻ്റെ പോർഷനിലും ഷോൾഡറിൻ്റെ പോർഷനിലും 1/2 ഇഞ്ചസ് ഇതുപോലെ നമുക്ക് അലവൻസ് കൊടുക്കാം. ഫ്രണ്ട് ആം ഹോളിനും ബാക്ക് ആം ഹോളിനും ഇതുപോലെ അലവൻസ് കൊടുക്കാം. 1/2 ഇഞ്ചസ് ഇതുപോലെ ഷോൾഡറിൽ അലവൻസ് കൊടുക്കാം. ഇനി നമ്മൾ നെക്കിൽ 1/4 ഇഞ്ചാണ് കേട്ടോ അലവൻസ് കൊടുക്കുന്നത്. അത് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ നെക്ക് ഇപ്പോൾ കട്ട് ചെയ്യുന്നില്ല, നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ നേരത്താണ് നെക്ക് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ അലവൻസ് നമുക്ക് ഇതുപോലെ റൗണ്ട് നെക്ക് കൊടുക്കുമ്പോൾ ഇതുപോലെ നമുക്ക് വരച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം. ടോപ്പിൻ്റെ ഡ്രാഫ്റ്റിംഗ് ഇത്രയേ ഉള്ളൂ. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഫ്രണ്ട് പീസും ബാക്ക് പീസും ഇതുപോലെ സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഫ്രണ്ട് പീസ് മാത്രം എടുത്തിട്ട് നമുക്ക് ഫ്രണ്ട് ആം ഹോൾ കട്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഈ ഒരു വേസ്റ്റിൻ്റെ പോർഷൻ, ചെസ്റ്റിൻ്റെ പോർഷനൊക്കെ നമുക്കിതുപോലെ ഒന്ന് നോച്ചസ് ഇട്ട് കൊടുക്കാം. ഫ്രണ്ട് പീസിലും ബാക്ക് പീസിലും ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം. FB എന്ന് മാർക്ക് ചെയ്യാം.
ഇനി നമുക്ക് മെയിൻ പീസ് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഫ്രണ്ട് പീസ് മാത്രം എടുത്തിട്ട് ഫസ്റ്റ് ഫ്രണ്ട് പീസാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. അപ്പോൾ രണ്ടായിട്ട് ഇതുപോലെ ഒന്ന് ഫോൾഡ് ആക്കിയിടാം. ഫ്രണ്ട് പീസിൻ്റെ ലൈനിങ് മാത്രം ഇതുപോലെ അതിൻ്റെ മുകളിൽ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ബാക്കി പോർഷൻ കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ലെങ്ത് നമ്മൾ 4 ഇഞ്ചസ് എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ബാക്ക് പീസ് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ബാക്ക് പീസ് കട്ട് ചെയ്യുമ്പോൾ അഡ്ജസ്റ്റ് ചെയ്ത് കട്ട് ചെയ്യണം. നമുക്ക് സ്ലീവിനും കൂടെ കട്ട് ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്ത് ബാക്ക് പീസിൻ്റെ ലൈനിങ് വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി ബാക്കി വരുന്ന പോർഷൻ നമുക്ക് സ്ലീവിനായിട്ട് വേണം. സ്ലീവ് 4ആയിട്ട് ഇതുപോലെ ഒന്ന് ഫോൾഡ് ആക്കി കൊടുക്കാം. അപ്പോൾ നമുക്ക് ലെങ്ത് 21 ഇഞ്ചസാണ്, ഫുൾ സ്ലീവാണ്. ഇനി നമുക്ക് വിട്ട് നമുക്ക് കറക്റ്റ് കിട്ടുന്നില്ല. അപ്പോൾ നമുക്ക് ജോയിൻറ്റ് പീസ് വെക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ജോയിൻറ്റ് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. സ്ലീവിൻ്റെ കട്ടിങ് വീഡിയോ നേരത്തെ അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റിൽ പറഞ്ഞാൽ ഞാൻ ഒന്നും കൂടി പോസ്റ്റ് ചെയ്യുന്നതാണ്. ഇനി നമുക്ക് നെക്ക് കട്ട് ചെയ്യണം. അപ്പോൾ ഞാനിവിടെ ഫ്രണ്ട് നെക്കിന് വേണ്ടി ക്യാൻവാസ് വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് നമുക്കൊരു 1/2 ഇഞ്ച് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. നെക്ക് വിട്ട് നമ്മൾ 2 ഇഞ്ചസ് ആണല്ലോ മാർക്ക് ചെയ്തത്. ആ 2 ഇഞ്ചസ് നമുക്കവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഫ്രണ്ട് നെക്കിൻ്റെ ലെങ്ത് വരുന്നത് 6 ഇഞ്ചസ് ആണ്. അത് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് ബോക്സ് ആക്കി കൊടുക്കാം. ഇനി ഈ ഒരു കോർണറിൽ വെച്ചിട്ട് 1 ഇഞ്ചസ് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് കർവ് ലൈൻ വരച്ചു കൊടുക്കാം. നമുക്ക് ഏത് ഡിസൈനാണോ വേണ്ടത് അത് നമുക്കവിടെ വരച്ചു കൊടുക്കാം. ഞാനിവിടെ നമ്മുടെ ടോപ്പിൽ ഫ്രണ്ട് നെക്ക് റൗണ്ട് ആയതുകൊണ്ട് ഞാൻ റൗണ്ട് നെക്ക് തന്നെയാണ് വരച്ചത്. ഇനി നമുക്ക് പുറത്ത് വെച്ചിട്ട് 1 ഇഞ്ചസ് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഈ ലൈൻസ് എല്ലാം ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം കട്ട് ചെയ്തെടുക്കാം. ക്യാൻവാസ് കട്ട് ചെയ്തതിന് ശേഷം ഫ്രണ്ട് പീസിൻ്റെ ബാക്ക് പോർഷനിൽ നമുക്കിത് നെക്കിൻ്റെ ഈ ഒരു വശത്ത് വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് അയൺ ചെയ്തെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലെ എല്ലാ സൈഡിലും പിന്ന് കുത്തിയിട്ട് നമുക്ക് നന്നായിട്ട് അയൺ ചെയ്തെടുക്കാം. ഓക്കെ, അയൺ ചെയ്തിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഫസ്റ്റ് നമുക്ക് ലൈനിങ് പീസ് ഇതുപോലെ വെച്ച് കൊടുക്കാം. അതിൻ്റെ മുകളിൽ നല്ല വശം ചേർത്ത് ഇതുപോലെ വയ്ക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ സെൻറ്റർ പോർഷനിൽ കൂടെ ഒരു സ്റ്റിച്ച് കൊടുക്കാം. അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാതിരിക്കാൻ വേണ്ടിയാണ് സെൻറ്റർ പോർഷനിലൂടെ ഒരു സ്റ്റിച്ച് കൊടുക്കാം. ഇനി ക്യാൻവാസിൽ തട്ടാതെ അതിൻ്റെ എഡ്ജിലൂടെ നമുക്കൊരു സ്റ്റിച്ച് കൊടുക്കാം. ഇനി നമുക്ക് തയ്യൽ തുമ്പിനായിട്ട് 1/2 ഇഞ്ച് അലവൻസ് ഇതുപോലെ ഒന്ന് വിട്ട് കൊടുക്കാം. അതിനുശേഷം ഇത്രയും പോർഷൻ നമുക്ക് കട്ട് ചെയ്ത് കളയാം. അതിനുശേഷം ക്യാൻവാസിലോ സ്റ്റിച്ചിലോ തട്ടാതെ നമുക്ക് ചെറുതായിട്ട് കട്ടിങ്സ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അതിനുശേഷം നെക്കിലൊരു പ്രസ്സിങ് സ്റ്റിച്ചും കൂടി കൊടുക്കാം. ഇനി നമുക്ക് ബാക്ക് നെക്ക് കട്ട് ചെയ്തെടുക്കാം. നെക്ക് വിഡ്ത്ത് 2 ഇഞ്ചസ്, ബാക്ക് നെക്ക് ലെങ്ത് 4 ഇഞ്ചസ്. നമുക്ക് എത്രയാണ് വേണ്ടത് അതനുസരിച്ച് എടുത്തു കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഈ നല്ല വശം കൂടി ചേർത്ത് വെച്ചിട്ട് ഫസ്റ്റ് 1/4 ഇഞ്ച് ഗ്യാപ്പിൽ നമുക്കൊരു സ്റ്റിച്ച് കൊടുക്കാം.
ഇനി ബാക്കി പോർഷൻ കട്ട് ചെയ്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് കട്ടിങ്സ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം മറിച്ചിട്ട് നമുക്കൊരു പ്രസ്സിങ് സ്റ്റിച്ചും കൂടി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബാക്ക് നെക്കും നമ്മളിവിടെ ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഷോൾഡർ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നല്ല വശവും കൂടി ഇതുപോലെ ചേർത്ത് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ പിടിച്ചതിന് ശേഷം ഈ ബാക്ക് പീസിൻ്റെ ലൈനിങ് ഇതുപോലെ മുന്നിലേക്ക് എടുത്ത് വയ്ക്കാം. അതിനുശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ പിൻ ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഞാനിവിടെ 1/2 ഇഞ്ച് ഗ്യാപ്പിൽ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ 2 ഷോൾഡറും ഇതുപോലെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. തയ്യൽ തുമ്പൊന്നും പുറത്ത് വരാത്ത രീതിയിൽ ഇതുപോലെ നീറ്റായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഡ്രാഫ്റ്റിംഗ് വീഡിയോ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് സ്റ്റിച്ചിങ് വീഡിയോ നെക്സ്റ്റ് വീഡിയോയിലായിട്ട് ഇടാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ.